ഹായ് ഹലോ. നാട്ടിൽ നമ്മുടെ എല്ലാ വീടുകളിലും ഓരോ വീടുകളിലും യഥേഷ്ടം കാണുന്ന ഒരു പൂവാണ് കേട്ടോ ഇത്. ഇതിൻ്റെ പേര് നിത്യകല്യാണി എന്നാണ് അറിയപ്പെടുന്നത്. ഈ പൂവിന് ഒരു ലൈറ്റ് പിങ്ക് കളറിൻ്റെ പൂവാണ് നമ്മളുടെ വീടുകളിൽ യഥേഷ്ടം കാണാൻ പറ്റുന്നത്. ഇത് അതിൽ നിന്നും വേറിട്ട ഒരു കളറായിട്ടാണ് ഇവിടെ എനിക്ക് എൻ്റെ തൊടിയിലേക്ക് വെക്കാൻ വേണ്ടിയിട്ട് എനിക്ക് കിട്ടിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു വിശേഷം എന്ന് പറഞ്ഞാൽ പണ്ട് ഈ മഹർഷിമാരാൽ ഒരു ശപിക്കപ്പെട്ട പൂവാണെന്ന് അറിയപ്പെടാറുണ്ട്, അങ്ങനെ പറയപ്പെടുന്നത് കേട്ടോ. അതായത് നിത്യവും ഇത് പൂത്തോണ്ടുണ്ടായിരുന്നു. പക്ഷേ ഏതോ ഒരു ശാപത്താലാണ് ഇത് പൂജയ്ക്ക് ഈ പൂക്കളൊന്നും എടുക്കാൻ പറ്റാത്തത് എന്നൊക്കെ പറയപ്പെടുന്ന മുത്തശ്ശന്മാരാൽ പറയുന്നൊരു കഥയാണ് കേട്ടോ ഇത്. ഇതിന് എത്ര സത്യമുണ്ട് എന്നുള്ളത് അറിയത്തില്ല. എന്നിരുന്നാലും പൂജക്കൊന്നും ഈ പൂവ് യൂസ് ചെയ്യാറില്ല, ഉപയോഗിക്കാറില്ല. അതുപോലെ തന്നെ നമ്മൾ എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ, ഇപ്പോൾ മുല്ലപ്പൂവ് തലയിൽ ചൂടുന്ന പോലെ അല്ലെങ്കിൽ അങ്ങനെ വേറെ എന്തെങ്കിലും കാര്യത്തിന് ഉപയോഗിക്കുന്ന പോലെ പോലും ഈ പൂവ് ഉപയോഗിക്കാറില്ല. എന്നിരുന്നാലും അവരാൽ ഒരു അനുഗ്രഹം ഈ ചെടിക്ക് കൊടുത്തിട്ടുണ്ട് അത്രേ. അത് നിത്യവും നീ പൂത്തിരിക്കും എന്നുള്ള ഒരു അനുഗ്രഹം ഈ ചെടിക്കുള്ളത് കൊണ്ട് ഇനി എത്ര ഒരു ചെറിയ കുഞ്ഞു ചെടിയായാലും എത്ര വലിയ ചെടിയായാലും നിത്യവും അത് പൂത്തോണ്ടിരിക്കുന്നത് കൊണ്ടാണ് നിത്യകല്യാണി എന്ന പേര് ഈ പുഷ്പത്തിന് വന്നത് എന്നൊരു കഥയുണ്ട്. അപ്പോൾ ഇത് കാണാൻ നല്ല ഭംഗിയാണ്. ഏതൊരു ദിവസവും ഇതിലൊരു പൂവില്ലാത്ത ദിവസം ഉണ്ടാവത്തില്ല, അങ്ങനെയാണ് പറയപ്പെടുന്നത്. അതിൻ്റെ വേറൊരു കളറാണ് കേട്ടോ ഇത്. ഇപ്പം ഈ നിത്യകല്യാണി എന്ന് പറയുന്ന ഈ ഒരു ചെടിയിൽ പലതരം കളറിൽ ഇപ്പം ഉണ്ടാക്കി വരാറുണ്ട്. ഗാർഡനിലൊക്കെ നമുക്ക് വെക്കാൻ കണക്കായിട്ട് നമുക്ക് വാങ്ങാൻ കിട്ടും പലതരം കളറിൽ. ഇതിന് ശരിക്കും ഇതിൻ്റെ കളറ് വരുന്നത് ഒന്ന് വെള്ള കളറ് മാത്രം, പ്യൂർ വൈറ്റ് ആയിട്ടുള്ള വെള്ള കളറ് ഉള്ള ഒരു നിത്യകല്യാണി വരും. അതേപോലെ തന്നെ ലൈറ്റ് പിങ്ക് ആയിട്ടുള്ള നിത്യകല്യാണിയും വരും കേട്ടോ. ഇതാണ് നമ്മുടെ നാട്ടിൽ യഥേഷ്ടം കണ്ടുവരുന്ന ചെടി പൂവ് കേട്ടോ. ഇവിടെയാണ് ഈ ഒരു കളറിലും അതുപോലെ വ്യത്യസ്തമായ പല കളറിലും ഈ നിത്യകല്യാണി തന്നെ പൂവ് ഈ ഒരു കളറിലൊക്കെ ആയിട്ട് ഈ പുറം രാജ്യങ്ങൾ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. നാട്ടിലിത് വേറൊരു തരത്തിൽ വേറൊരു കളറിൽ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അപ്പോൾ എന്താ പറയുക, ഈ ഒരു ചെടി ഇല്ലാത്ത വീട് ഉണ്ടാവില്ല എന്നാണ് നമ്മൾ ഏതൊരു വീട്ടിലും ഈ ഒരു ചെടി എവിടെ ഉണ്ടാവും. ഈ ബഹ്റൈനെ സംബന്ധിച്ചിടത്തോളം ഓരോ തൊടിയിലും ഈ നിത്യകല്യാണി പൂവ് ഉണ്ട് കേട്ടോ. റോഡ് സൈഡിൽ പോലും നിത്യകല്യാണി പൂവുണ്ട്. ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ അത് കണ്ടിട്ട് എനിക്ക് ഭയങ്കര സന്തോഷം. നമ്മുടെ നാട്ടിൽ മാത്രമല്ല, ഈ ചെടിക്ക് ഏതൊരു സ്ഥലത്തും അതിൻ്റേതായിട്ടുള്ളൊരു ഗുണമുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കിയതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, ബൈ ബൈ.